രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി കോൺഗ്രസ് ആണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമുദായത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുകയും പതിറ്റാണ്ടുകളായി അത് രാഷ്ട്രീയ തന്ത്രമാക്കുകയും ചെയ്യുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഹമാസിനെ പറ്റി പറയുന്നവരെ അവർ വർഗീയവാദിയാക്കും. പാകിസ്ഥാനെ വെള്ളപൂശുകയാണ് അവരുടെ നയമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഹിറ്റ്ലറെ പോലെ നുണ പ്രചരിപ്പിക്കുന്ന പാർട്ടിയാണിത്. ജനങ്ങളെ വിഭജിക്കുന്ന നുണപ്രചരണമാണ് അവർ നടത്തുന്നത്. ഭരണഘടനയെ മാനിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വോട്ട് ബാങ്കിനു വേണ്ടി അവർ എന്തും ചെയ്യും. മുനമ്പത്ത് പാവപ്പെട്ട കുടുംബാംഗങ്ങളെ കൈയൊഴിഞ്ഞ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അവർ നിലപാടെടുത്തു. മുസ്ലിം സമൂഹത്തിന് ഗുണകരമാകുന്ന ഭേദഗതികളോടെയാണ് കേന്ദ്ര സർക്കാർ ബില്ല് തയ്യാറാക്കിയത്. എന്നാൽ അതിനെതിരെയാണ് കോൺഗ്രസ് നിലപാടെടുത്തത് എന്നാണ് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം നിരപരാധികളെ കൊലപ്പെടുത്തി ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പാകിസ്ഥാൻ രീതി കുറച്ചായി നടക്കുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചിരുന്നു. ഭ്രാന്ത് പിടിച്ച വന്യമൃഗമാണ് പാകിസ്ഥാൻ. അതിനുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും പിന്തുണ കൊടുക്കണം. ഒറ്റക്കെട്ടായി ഇന്ത്യയെ പിന്തുണയ്ക്കണമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ പറഞ്ഞിരുന്നു. കരുത്തിനപ്പുറം കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവുമുള്ള നേതൃത്വമാണ് ഇന്ത്യക്കുള്ളത്. ഭാവിയെ മുന്നിൽ കണ്ടുള്ള തയ്യാറെടുപ്പുകൾ, സഖ്യങ്ങൾ, സംയുക്ത സംരംഭങ്ങൾ, പ്രതിരോധ രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും നമുക്കുണ്ട്. പ്രതിരോധിച്ചും കരുത്തോടെ തിരിച്ചടിച്ചും പാകിസ്ഥാനെ അമ്പരപ്പിക്കുകയാണ് ഇന്ത്യയെന്നും പ്രതികരിച്ചു രാജീവ് ചന്ദ്രശേഖർ. ദിവസങ്ങൾക്ക് മുൻപ് രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി കോൺഗ്രസ് ആണെന്ന് പ്രസ്താവിച്ച് രാജീവ് ചന്ദ്രശേഖർ എത്തിയതും ശ്രദ്ധേയമായിരുന്നു. ഹിറ്റ്ലറെ പോലെ നുണ പ്രചരിപ്പിക്കുന്ന പാർട്ടിയാണിത്. ജനങ്ങളെ വിഭജിക്കുന്ന നുണപ്രചരണമാണ് അവർ നടത്തുന്നത്. ഭരണഘടനയെ മാനിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വോട്ട് ബാങ്കിനു വേണ്ടി അവർ എന്തും ചെയ്യും. മുനമ്പത്ത് പാവപ്പെട്ട കുടുംബാംഗങ്ങളെ കൈയൊഴിഞ്ഞ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അവർ നിലപാടെടുത്തു. മുസ്ലിം സമൂഹത്തിന് ഗുണകരമാകുന്ന ഭേദഗതികളോടെയാണ് കേന്ദ്ര സർക്കാർ ബില്ല് തയ്യാറാക്കിയത്. എന്നാൽ അതിനെതിരെയാണ് കോൺഗ്രസ് നിലപാടെടുത്തത്. ഇടതുവലത് മുന്നണികൾ തമ്മിൽ വ്യത്യാസമില്ലാതായിരിക്കുന്നു. മകന്റെയും മകളുടെയും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിലെ രാജവംശം ശ്രമിക്കുമ്പോൾ കേരളത്തിൽ മരുമകന്റെയും മകളുടെയും അഴിമതി മറയ്ക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി കാർഗിൽ യുദ്ധത്തിൽ മുന്നേറ്റം നടത്തിയ NDA സർക്കാരിന് ശേഷം 2004 അധികാരത്തിൽ വന്ന UPA സർക്കാർ രാജ്യത്തെ തകർക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 8 കേന്ദ്രമന്ത്രിമാരടങ്ങുന്ന അന്നത്തെ സർക്കാരിന് CPM-ന്റെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിന് ഒന്നും ലഭിച്ചില്ല. വികസനം, പുരോഗതി, ക്ഷേമം, ഇതാണ് NDAയുടെ ലക്ഷ്യവും മുദ്രാവാക്യവും. BJP NDA സർക്കാരിനെ രാജ്യത്തും സംസ്ഥാനത്തും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു.